നിങ്ങളില്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയല്ലേ പണിയെടുക്കേണ്ടത്. ഇങ്കി ഒരു പണി എടുക്കണില്ല. അപ്പൊ അങ്ങനെ ഒരു 1 വീക്കിന്റെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞ്, ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ഡേ ആണ്. അപ്പൊ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിന്റെ സ്കാനിങ്ങിനും കാര്യങ്ങളൊക്കെ, അതായത് ഫൈനൽ സ്റ്റേജിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളും ലാസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇക്കാക്ക് വിളിച്ചു. ആ ടൈമിൽ ഞാൻ കാറൊന്ന് വാഷ് ചെയ്ത് വരാച്ചു. കാരണം ഇനി ഹൈജീൻ മസ്റ്റ് ആണല്ലോ. അതായത് നമുക്ക് ഈ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്ക് ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് ബാധിക്കും. കാറൊക്കെ വളരെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആസ്റ്റർ മിംസ് കോട്ടക്കല്ലാണ് കേട്ടോ നമ്മൾ ഇമ്മനെ കാണിച്ചിട്ടുണ്ടായിരുന്നതും ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു. വളരെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇമ്മന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആ ടൈമിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളിയാണ്. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഓരോ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നമ്മളോട് ചിരിച്ച മുഖത്തോട് കൂടിയിട്ടും ആ ഒരു വിഷമം നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം അവരെല്ലാം രോഗികളെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവരുടെ അടുത്തേക്ക് കണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്തേക്ക് അവർ ഓക്കെ ആക്കിയിട്ട് മാത്രമേ പേഷ്യന്റിന് നമുക്ക് തരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാനിതാ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അവർ ഇമ്മയും ഇക്കാക്കൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇമ്മനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ വീട്ടിലേക്ക് പോവാന്നുള്ള ഇതിലാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കണ്ടായി എന്ത് ഓപ്പറേഷനാണ് നടന്നതെന്നൊക്കെ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളുണ്ടായിരുന്നുള്ള, അപ്പൻഡിക്സും അതേപോലെ തന്നെ യൂട്രസ് റിമൂവലുമാണ് ഉണ്ടായിരുന്നത്. അപ്പൻഡിക്സിന്റെ ഇതിന് നമ്മൾ രണ്ടിനും കീഹോളാണ് ചെയ്തിട്ടുള്ളത്. ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി അങ്ങനെ എന്തോന്ന് പറയാ. അപ്പൻഡിക്സിനാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് എന്താ പറയാ അപ്പൻഡിക്സ്റ്റമി, അങ്ങനെ 2 സർജറീസ് ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സോ രണ്ടും സക്സസ്ഫുൾ ആണ്. ഒരു കുഴപ്പമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അപ്പൻഡിക്സിന്റെ ഇതിനാണെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ, ഒരു 45 മിനിറ്റ്സോ അങ്ങനെ എന്തോ എടുത്തിട്ടുള്ളൂ. അവർ ഓരോന്നും കൊണ്ടേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൻഡിക്സ് ചെയ്തതിന് ശേഷം അത് ആ ഒരു പോർഷൻ കൊണ്ടുവന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു, ഇതായിരുന്നു, ഇതിന് ലാബിലേക്ക് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ യൂട്രസ് റിമൂവലിന്റെ ആണ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ടൈം എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാരണം. നമ്മൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സെയ്ബന്റെ ഇത് നമുക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പൊ അതില് സിസേറിയൻ ആയതിനെ കൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ നടത്തിയത് അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഇത്രയും കാലം നമ്മൾ കുറെ അനുഭവിച്ചിട്ടുണ്ട്. വയറ് വേദനയും കാര്യങ്ങളൊക്കെ ഇത് ഒട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്ന മാതിരി ഉണ്ടായിരുന്നെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സിങ്കി കെട്ടി തന്നല്ലേ മുടി? ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സേബ എൻ്റെ മുടി തലയിൽ മൊത്തം വെളിച്ചെണ്ണ ഇട്ടാന്ന്. ആരിട്ടതാ? ഈ ഇട്ടതാ? അത് പോയില്ല. ഇവളുടെ മുടിയുടെ രഹസ്യം ഞാൻ കൊടുത്ത ടിപ്സ്. പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസവും സോപ്പിട്ട് കഴുകി കുളിക്കാം, മുറിവൊക്കെ നനച്ച് കുളിക്കാം. നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം വീട്ടിലുള്ള. സാധാരണ ഫുഡ് ഉണ്ടാക്കല്, സ്റ്റെപ്പ് കയറല്, സ്റ്റെപ്പ് ഇറങ്ങല്, നിസ്കരിക്കുന്ന സാധാരണ പോലെ നിസ്കരിക്കാം. ഭക്ഷണത്തിലുള്ള പത്യങ്ങൾ മാത്രമാണ് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനിലുള്ളത്. അതായത് 2 ആഴ്ചയ്ക്ക് കട്ടിൽ ഭക്ഷണം ഒഴിവാക്കാം കേട്ടോ. എന്നാൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറ്റേ പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോൾ ഈ വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ അല്ലല്ലോ, യൂട്രസ് എടുത്തത്. അപ്പോൾ കീഹോൾ ആയതുകൊണ്ട് തന്നെ അതിലും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഭയങ്കര ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊക്കെ ഒഴിവാക്കിയാൽ മതി. ഫുഡ് സാധാരണ ചോറ്, ദോശ, ഇഡ്ഡലി അങ്ങനത്തെ നോർമൽ ഫുഡൊക്കെ കഴിക്കാം 2 വീക്സ്. ഫാസ്റ്റ് ഫുഡുകൾ 2 വീക്സിന് ഒഴിവാക്കാം കേട്ടോ. അത്ര കാര്യങ്ങളുള്ളൂ. ഗ്രാജുവലി പൊക്കോളൂ. ഒരാഴ്ചയും കൂടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും, പിന്നെ അങ്ങ് നോർമൽ ആയിക്കോളും. ഓക്കെ. വളരും വിടരും നീ എങ്ങനെ പടവുകളെ കതിരൊടി ചൂടിവാ അടിപതരാതെവാ തടലിടവായിവാ പടവുകളെ കതിരൊടി ചൂ
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇങ്ങനെ സിങ്കി നമ്മളോട് വിട പറഞ്ഞു പോവാണ്. ബൈ ബൈ ബൈ. കഴിഞ്ഞ വീഡിയോയിലെ ഇടവേളയ്ക്ക് ശേഷം എന്റെ വീഡിയോയിലെ സിങ്കി ഒരു പണി എടുക്കണില്ല, റാഷിയാണല്ലോ ഫുള്ള് നോക്കണ്. റോഷു എന്താണ് പോയത്, ഒരു വന്ന പാടനെ പോയത്. കഴിഞ്ഞാല് ഫുള്ള് കമന്റ് ഉണ്ട്, റോഷു നന്നായിട്ട് പണിയെടുത്തതല്ല. എന്റെ വീഡിയോയില് അതന്നെ അല്ല പറഞ്ഞേക്ക്, എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അതായത് നിങ്ങള് വേഗം പോയി കൊണ്ടുവന്ന പാടനെ പോയത് ശരിയായില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല, അതായത് വളരെ നമ്മൾ കുറെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഭാഗങ്ങൾ, എന്റെ വളരെ കുറഞ്ഞ ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്നത് പിന്നെ 2 ദിവസം നമ്മൾ മാറി നിന്നിട്ടുള്ളൂ അവിടെ നിന്ന്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാനാണ് പിന്നെയും രണ്ട് ദിവസത്തും വീട്ടിലേക്ക് വന്ന്. ഇവരാണ് മാക്സിമം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ വരെ പറഞ്ഞേച്ചിക്ക പോയിട്ട് റെസ്റ്റ് എടുത്ത് പോരെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ പോയി റെസ്റ്റ് ഫുഡൊക്കെ കൊടുത്തിട്ടാ പോയത്. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ മിണ്ടരുത്, നീ ഒരു പണി എടുത്തു. അവിടേക്ക് മോനെ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഉമ്മനൊന്ന് ജസ്റ്റ് ശുശ്രൂഷിക്കേണ്ട ആവശ്യം വന്നുള്ളൂ. ബാക്കി എല്ലാ പണിയും അവിടുന്ന് ഓരെന്നെ ചെയ്യുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ്. ഒന്നിനും നമ്മള് ബുദ്ധിമുട്ടേണ്ടമാതിരിയോ. ഞാൻ ശരിക്കും ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ അത് പോയി വാങ്ങിക്കൊണ്ടില്ല, ഇത് പോയി വാങ്ങിക്കൊണ്ടില്ല, ഇത് നോക്കല് അത് നോക്കല് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ല. അപ്പൊ എന്തായാലും ബൈ 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 ബൈ. എന്നോട് നന്ദിയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ എന്റെ ഒരു കടമല്ലേ. നീ ഇങ്ങോട്ട് വന്നാ മതി, കടമ കാണണം. വിടരും നീ എങ്ങനെ കതിരൊടി ചൂടിവാ അടിപതരാദേവാ കടലിടമായി വാ പടവുകളെ. അങ്ങനെ സെയ്ബന്റെ ബെഡിലാട്ടോ അമ്മ കിടക്കുന്നത്. അല്ലമ്മ, സെയ്ബന്റെ ബെഡിൽ താഴെയുള്ള പോർഷനിലാണ് അമ്മ കിടക്കുന്നത്. നീക്കാൻ സുഖതാണ്. ഉമ്മക്ക് പിടിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നീക്കാലോ, വലിയ പ്രശ്നമില്ല. എന്നാലും ഇതാണ് കുറച്ചും കൂടി അല്ലേ സിമ്പിള്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീക്ക കഴിയും. പക്ഷെ ഇത് എനിക്ക് രണ്ടും കൂടി ചെയ്തതിനെ കൊണ്ടാവും ഇത്ര വേദന എന്ന് പറഞ്ഞു. വേദന അതായത് ഉമ്മ ഇപ്പൊ തനിയനാണ് അവിടെ ഒക്കെ നീച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേത് വലിയ ബെഡാണ്, അപ്പൊ അതിന്ന് നീക്കാൻ കുറച്ച് ടാസ്ക് ആണ്. ഇന്ന് കുഞ്ഞ മൈരൊക്കെ അല്ലേ അല്ലേ. അപ്പൊ ഉമ്മക്ക് ഇവിടെയാണ് കുറച്ചും കൂടി. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതോ അല്ലെങ്കിൽ കമ്പിയൊക്കെ പിടിച്ചിട്ടൊക്കെ എണീക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അവിടെ സേബ് ഉണ്ടാവും, അങ്ങനത്തെ ഉണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ വീട്ടിലെത്തിയിട്ട്? ഇപ്പൊ എന്ത് തോന്നുന്നു ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട്? ഇപ്പൊ പണിയെടുത്ത കണ്ടപ്പോ സങ്കടായി. അയ്യേ കരയല്ലേ? എന്താണ് നിങ്ങളില്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയല്ലേ പണിയെടുക്കേണ്ടത്? അയ്യേ സേബ ഉമ്മ കരയുന്നു. കരയല്ലേ? ഇപ്പൊ പണിയെടുത്ത് കണ്ട സങ്കടായല്ലോ. നാളമേ നീ നെഞ്ചിൻ താളമേ വളരും നീ എങ്ങനെ വിടരും നീ എങ്ങനെ. അല്ല ഉമ്മതാ ഉറുമാമ്പഴം കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഉമ്മ ഫുഡൊക്കെ കഴിച്ചില്ലമ്മ? എന്താ കഴിച്ചേ? ഓട്സ് ഒക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അതാ ഉറുമാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി മെഡിസിൻ ഒക്കെ ഇല്ലമ്മ? രാത്രി എത്ര മെഡിസിൻ വേണ്ട? ഒരു അപ്പൊന്നും വരാതെ ഒട്ടിച്ചതാണ്. അപ്പൊ എനിക്ക് വേദന കൊണ്ട് ഞാൻ കഴിച്ചില്ല. ആണോ? എന്നാ അയച്ചാടി. ഒറ്റ കഴിക്കുമ്പോ ഒരു വേദന. അല്ല പേടിയില്ല, വേദനയാണ്. അപ്പൊ വേദന വേദന നാളെ കുളിച്ചിട്ട് നാളെ കുളിക്കുമ്പോ എടുക്കാം. വേറെ അസ്വസ്ഥത ഒന്നിട്ടല്ലോ വെച്ചിട്ട്. ഇപ്പൊ കഴിക്കുന്നത് ഇത് മറന്നു പോയത്. അപ്പൊ തന്നെ എടുത്താൽ മതി. എന്ത് കഴിക്കാൻ മുറിവുള്ള വേദനയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? വേദന ഉണ്ട്, പിന്നെ ചെറുതായിട്ട്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നമ്മള് വീട്ടിലേക്ക് വന്നാലേ. അവിടുന്ന് ആകുമ്പോ ഒരു വിളിക്കുമ്പോത്തിന് ഓടിയെത്തി. അതെന്തായാലും ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്നും വിളിച്ചു നോക്കിട്ടാ, എന്നും ഒരു കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും. മോർണിംഗ് തന്നെ ഞാൻ നീച്ചപ്പോ കാണുന്ന കാഴ്ച എന്താന്ന് കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇപ്പൊ തിരുമ്പുന്നു. അതേപോലെ തന്നെ മംഗലത്തമ്മ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നു. ആകെ വീടിൻ്റെ ആകെ എന്താ പറയുക ഇതൊക്കെ മാറി മറന്ന്. സോ ഇമ്മക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഉമ്മനോട് തന്നെ നമുക്ക് പോയി ചോദിക്കാം. ഇങ്ങനുണ്ട് കുളിച്ചങ്ങള്? നിങ്ങള് കണ്ടാ ഇപ്പൊ തിരുമ്പണ കണ്ടാ?
ഇപ്പൊ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഉണ്ടായിരുന്നിട്ട് നമ്മള് വരുന്ന മുന്നായിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് എന്തായാലും ഉമ്മ കാര്യനെ കണ്ടില്ല നിങ്ങള്. അപ്പൊ എന്തായാലും ഉമ്മക്ക് ഓക്കെ അല്ലമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ? മരുന്ന് കുടിച്ചാ രാവിലത്തെ? ഫുഡ് എന്താ കഴിച്ചേ? ഫുഡ് ഓട്സ് കുടിച്ച് കഞ്ഞി ആക്കി വെച്ചിക്കണ്, പത്തിരി തിന്നു. ഓക്കെ. ജിമ്മനെ സഹായിക്കുന്നില്ല, ഹെൽപ്പ് ചെയ്യണില്ല? ഇപ്പൊ തിരുമ്പണുണ്ട് ഈ ഇപ്പാണ് തിരുമ്പണത്. ബാബാ കഴിച്ച തിരുമ്പി കൊടുക്കൂലല്ലോ, പിന്നെ ഇപ്പൊ തിരുമ്പണ്ടേ? ഞങ്ങൾക്കൊന്നും അറിയില്ല, പിന്നെ എങ്ങനെ ഈ എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മളിവിടെ പത്തിരി പരത്തിയും കൊണ്ടിരിക്കുക. പത്തിരിയല്ല, പൂരിയാണ് അങ്ങനത്തെ. പൂരി പരത്തിയും കൊണ്ടിരിക്കുകയാണ്, ചട്ടി ചൂടായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പൂരി ഉണ്ടാക്കാൻ അറിയോ? പൂരി അതൊക്കെ ഈസി അല്ല നമുക്ക്. ആണോ? ഈസിയാണ്. മംഗലത്തെ നമുക്ക് ഈസിയാണല്ലോ പൂരി. അപ്പൊ പൂരി ഉണ്ടാക്കിക്കോളി. പൂരി ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ മംഗലത്തെ നിലാവിനിതളാവാം ഞാൻ, നീലവാനിലിനി മുകിലാവാം, പൂവണിഞ്ഞു പുഴയാവാം ഞാൻ കണ്ണേ, തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാം, താമരത്തെ നുകരാം വസന്തം വരവാങ്ങളോ ഉള്ളിൻ നാളമേ, നീ നെഞ്ചിൻ താളമേ, വളരും നീ എങ്ങനെ, വിടരും നീ എങ്ങനെ, പടവുകളേറിവാ, കതിരൊടി ചൂടിവാ, അടിപതര